അന്നേരം യാത്ര പോയാലോ? എവിടെയാണെന്നല്ലേ? മധുരൈ. കൃഷ്ണൻ ജനിച്ച സ്ഥലമല്ല, മധുര മീനാക്ഷി അമ്മ കോവിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ട്രെയിൻ ഞങ്ങൾ പണ്ട് പോയതിന് എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നു ലാസ്റ്റായിട്ട് മധുര മീനാക്ഷി അമ്മയെ കാണാൻ പോയത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണാനും പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴാണ് നമ്മൾ ട്രെയിനിൽ കയറുന്നത് ഏകദേശം 5 വർഷത്തിന് ശേഷമാണ്. കാര്യം അതിന് മുമ്പ് വരാൻ പറഞ്ഞില്ല, 2020 ഞാൻ മധുര മീനാക്ഷി അമ്മയെ കാണാൻ പോയായിരുന്നു നമ്മളെല്ലാവരും. അപ്പം ഞങ്ങളെല്ലാവരും പോയ സമയത്ത് ട്രെയിനിലായിരുന്നു പോയത്. ഈ മധുര മീനാക്ഷി അമ്മ എപ്പോൾ കാണാൻ പോയാലും ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ 2020 ശേഷം പിന്നെ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടില്ല. അത് അമ്മ ഗ്ലൂക്കോസ് മുട്ടായി മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടാണ് മേടിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ചെറിയ തലവേദന ഉണ്ടാവും. എനിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തലവേദനയും പിന്നെ ദേഷ്യവും വരും. അങ്ങനെ ഇതിങ്ങനെ കടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രെയിൻ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ട്രെയിൻ 6 മണിക്കാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഏകദേശം 5:21 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സൂപ്പറിലൊക്കെ എന്താ പറയാനെന്നൊക്കെ ആവശ്യമുള്ള സമയത്തിന് സമയമിട്ട് പോകുന്നില്ലെന്ന് ആവശ്യമില്ലാത്ത സമയമാണെങ്കിൽ സമയം പെട്ടെന്ന് പോകും. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു ട്രെയിൻ വന്നു. ഇത് ഞങ്ങളുടെ ട്രെയിനല്ല, അത് ഇനി ഇതിൻ്റെ അടുത്ത ട്രെയിനാണ് നമ്മൾ കയറാനുള്ള ട്രെയിൻ. അപ്പം ഇങ്ങനെ 6 മണിയായി. അവർ പറഞ്ഞ് 6 മണിക്ക് വരും എന്ന് പറഞ്ഞ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഉത്സാഹമാണ്. അമ്മ ഇങ്ങനെ പെട്ടെന്ന് എന്ന് കാണിച്ചത്. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വണ്ണം പറയുന്നുണ്ടെന്ന്. അത് ഞാൻ ബർത്തി കയറി കിടക്കും. എനിക്ക് ട്രെയിനിൽ കിട്ടി ഞാൻ ഉടനെ ബർത്തി കയറി കിടക്കും. എന്നിട്ട് ബേബി വൈപ്സും പിന്നെ ഹിമാലയുടെ ക്രീമും ബേബി പൗഡറും ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ബേബി പൗഡർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ബേബി പൗഡർ, ബേബി ക്രീം അല്ലെങ്കിൽ എൻ്റെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് ഗായ്സ്. പിന്നെ ഫൗണ്ടേഷനൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ ഇടാറുള്ളൂ. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ മാത്രം, അല്ലാണ്ട് കറങ്ങാനും പോകുമ്പോൾ ഞാൻ ഇടാറേ ഇല്ല. പിന്നെ ഐ മാസ്കും ഇതുപോലെ ചെവി വെക്കുന്ന ഈ സാധനത്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ബർത്തിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛനും മേളിൽ കയറി വന്ന്. ഇതൊക്കെ കട്ട ഷോയാണ് ഗൈസ്, കട്ട ഷോ. പിന്നെ അവിടെ തമിഴ്നാട്ടിൽ എത്തി. എനിക്ക് തലവേദന എടുത്തിരിക്കുകയായിരുന്നു. റൂം കിട്ടി, കുളിച്ച് റെഡിയായി അങ്ങനെ മധുര മീനാക്ഷി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഗായ്സ്. പക്ഷേ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാലാണെങ്കിൽ ക്രോക്സ് ഇട്ട് മുറിഞ്ഞ് എനിക്ക് ദേഷ്യമൊക്കെ വന്നിരിക്കും, തലവേദനയൊക്കെ ആയിട്ട്. അതായത് നമ്മൾ 2ാമത്തെ പ്രാവശ്യവും മധുര മീനാക്ഷി അമ്മയെ വൈകിട്ടും കയറിയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ട്രെയിനിൽ കാത്തിരിക്കുമായിരുന്നു. അപ്പം ഈ 2ാമത്തെ പ്രാവശ്യം കാണേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ മധുര മീനാക്ഷി അമ്മയെ കാണാൻ ഭയങ്കര